ഇൻസ്റ്റഗ്രാം സബ്സ്ക്രൈബറുമായി രേണുസുധി നടത്തിയതെന്ന് അവകാശപ്പെടുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് യൂട്യൂബർ ഷെഫീന ബീവി പുറത്തുവിട്ടു. പുറത്തുവിട്ടത് രേണു നടത്തിയ ചാറ്റുകളാണെന്നാണ് ഷെഫീന ബീവി അവകാശപ്പെടുന്നത്. ഈ വിഷയത്തിൽ ലൈഫ് ഓഫ് അനന്തു ചെയ്ത വീഡിയോ ഇതിനോടകം ചർച്ചയായി മാറിക്കഴിഞ്ഞു. നല്ല വരുമാനം അഭിനയിച്ചും പ്രൊമോഷനുകളിലൂടെയും സമ്പാദിച്ചിട്ടും എന്തിന് ഇത്തരം പ്രവൃത്തികൾക്ക് രേണു തുനിയുന്നുവെന്ന് അനന്തു ചോദിക്കുന്നു. മുമ്പും രേണുവിനെക്കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ടെന്നും എന്നാൽ അന്ന് വിശ്വസിച്ചിരുന്നില്ലെന്നും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെല്ലാം വിശ്വസിക്കാൻ തോന്നുന്നുവെന്നും അനന്തു പറയുന്നു. അനന്തു പറഞ്ഞത് ഇങ്ങനെയാണ്. ഷെഫീന ബീവി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് രേണുസുധിയുടെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ടുള്ളത്. ആ സ്ക്രീൻഷോട്ടുകളുടെ വിശ്വാസ്യത എത്രത്തോളമാണെന്നറിയില്ല. പുറത്തുവിട്ട ചാറ്റ് ഒറിജിനൽ ആണെന്നും ഇതിനേക്കാൾ വലുത് തന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞാണ് ഷെഫീന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. രേണു തന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് ചാറ്റ് നടത്തിയിരിക്കുന്നത്. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റായി മീറ്റ് ചെയ്യാൻ ഓക്കെയാണോ എന്നാണ് അപ്പുറത്തുള്ള വ്യക്തി രേണുവിനോട് ചാറ്റിലൂടെ ചോദിക്കുന്നത്. മീറ്റ് ചെയ്യാം എന്നാണ് രേണു മറുപടി നൽകുന്നത്. ഞാൻ UK-യിലാണ്, നേരിട്ട് കാണാൻ എത്രയാകുമെന്ന് പറയാമോ എന്നും അയാൾ രേണുവിനോട് ചാറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. മാനേജറുമായി കോണ്ടാക്ട് ചെയ്യൂ എന്നാണ് രേണു അതിന് നൽകിയ മറുപടി. നേരിട്ട് കാണാൻ പൈസ കൊടുക്കണമെന്ന് പറയുമ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആവില്ലെന്നത് മനസ്സിലാക്കാമല്ലോ. രേണുവിന്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരോയാണ് ചാറ്റിനപ്പുറത്തുള്ള വ്യക്തി. കാരണം രേണു എക്സ്ക്ലൂസീവായി ഇടുന്ന വീഡിയോകൾക്കെല്ലാം അയാൾ റിപ്ലൈ സ്മൈലിയായും മറ്റും അയച്ചിരിക്കുന്നത് സ്ക്രീൻഷോട്ടിൽ കാണാം. എത്തരത്തിലുള്ള ചാറ്റാണ്, എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ചാറ്റിന് വിശ്വാസ്യതയില്ല. ആർക്ക് വേണമെങ്കിലും ഇന്നത്തെ കാലത്ത് രേണുവിന്റെ പേര് വെച്ച് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഷെഫീന ബീവി പക്ഷേ സ്ക്രീൻഷോട്ട് സത്യമാണെന്നും രേണുവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും നഗ്നത പോലുള്ളവ അടങ്ങിയ കണ്ടന്റുകളായതിനാലാണ് പുറത്തുവിടാത്തതെന്നും പോലീസിന് ആവശ്യം വന്നാൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നും ഷെഫീന പറയുന്നുണ്ട്. ഷെഫീനയെ വിശ്വസിക്കാം. ഒരു കാര്യവുമില്ലാതെ അവരിങ്ങനെ വന്ന് പറയില്ല. കൊല്ലം സുധി മരിച്ചതിന്റെ പേരിൽ മാത്രം ഫേമസ് ആയ വ്യക്തിയാണ് രേണു. അങ്ങനെയൊരു വ്യക്തി ഇത്തരം പരിപാടികൾക്ക് പോകുന്നത് തരംതാണ പരിപാടിയാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടുന്നയാളാണ് രേണു. കഴിഞ്ഞ കുറേ നാളുകളായി ലൈം ലൈറ്റിലും സജീവമാണ്. ഷോർട്ട് ഫിലിം, ആൽബം എന്നിങ്ങനെ നിരന്തരം വർക്ക് കിട്ടുന്നുമുണ്ട്. നല്ല ക്യാഷ് സമ്പാദിക്കുന്നുമുണ്ട്. ഗതികേട് കൊണ്ടല്ല അപ്പോൾ ഇത്തരം പ്രവൃത്തികൾക്ക് പോകുന്നത്. കുറെ കഥകൾ മുമ്പും കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല. അതെല്ലാം വളരെ മോശമായ കഥകളാണ്. വ്യക്തമായ പ്രൂഫ് അക്കാര്യങ്ങൾക്കില്ല. കേട്ടുകേൾവി മാത്രമാണ്. അതുകൊണ്ടുകൂടിയാണ് പുറത്തു വരാതെ പോയത്. ഞാൻ പല കഥകളും കേട്ടിരുന്നു. അന്ന് അതൊന്നും വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പോൾ വിശ്വസിച്ചു പോകുന്നു. സബ്സ്ക്രിപ്ഷനിൽ ഇടുന്ന വീഡിയോകളും വളരെ മോശമാണ് എന്ന് അനന്തു പറയുന്നു. 2745 സബ്സ്ക്രൈബേഴ്സാണ് രേണുവിന് ഇൻസ്റ്റഗ്രാമിലുള്ളത്. 180 രൂപയാണ് മാസം രേണു ഈടാക്കുന്നത്.